ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ 2 മക്കളെയും കൊണ്ടാട്ടോ പോകുന്നത്. ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ എൻ്റെ ഏട്ടൻ ഗൾഫിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാ മോനുട്ടുണ്ട് എൻ്റെ അടുത്ത്. അപ്പം അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ എൻ്റെ മോനും ചേച്ചീൻ്റെ മോളും കൂടെ സംസാരിച്ചിരിക്കുകയാണ്. ഞാൻ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക സങ്കടമൊക്കെ ആയി. കാരണം ഭയങ്കര ഫീലിങ്സ് ആയിപ്പോയി. പിന്നെ ചേച്ചി വന്നു, കുറച്ച് നേരം സംസാരിച്ചിരുന്നതാണ് ഈ ഒരു സമയം. അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, അച്ഛനും അമ്മയും ഇല്ലാത്തൊരു ഫീലിങ്സ് ഉണ്ടായി. പിന്നെ ഇനി അച്ഛനായിട്ടും അമ്മയായിട്ടൊക്കെ നമുക്ക് ഏട്ടനാണുള്ളത്. പിന്നെ ഏട്ടൻ പോകാൻ വേണ്ടിയിട്ടുള്ള പെട്ടി റെഡിയാക്കുകയാണേ. അപ്പോൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ആദ്യം ഒട്ടിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം പെട്ടി ഇതൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ കുറേ വെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതാ ഞങ്ങൾ ഇത്തിരി ഉണക്ക ചെമ്മി കഴുകി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് കറി വയ്ക്കാനും ചമ്മന്തി ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കൊണ്ടുപോകാനായിട്ട് ചിപ്സും അങ്ങനെ പലവിധ സാധനങ്ങൾ, അച്ചാർ, മുളക് ഒക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇവിടെ നെയ്ച്ചോറും ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പം നെയ്ച്ചോറും കോഴിയും ഉണ്ടാക്കാനുള്ള ഒരു തിരക്കിലാണ്. അപ്പം സമയം രാത്രി 7:30 ആയിട്ട് ഞങ്ങൾ എയർപോർട്ടിലേക്ക് വേണ്ടി ഒരുങ്ങിയതാണ്. അപ്പം ഞങ്ങളിതാ കോഴിക്കോട് എയർപോർട്ടിലാണ് എത്തിയിട്ടുള്ളത്. അപ്പം നല്ല തിരക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തിട്ടോ. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടെ അതാ ലഗേജും കൊണ്ട് നടന്നു പോവുകയാണ്. അപ്പോൾ ഏട്ടൻ ഏകദേശം പോവാൻ ഉള്ളിൽ കയറാനുള്ള സമയമായി തുടങ്ങി. ഏട്ടനാകെ ടെൻഷനായിട്ടുണ്ട്. 1 മാസത്തെ ലീവിന് നാട്ടിൽ വന്ന് തിരിച്ച് പോവുകയാണേ. ഇത് ഏട്ടൻ്റെ വൈഫാണ്, ഏട്ടത്തിയമ്മ, കുട്ടികൾ. അപ്പം ചെറിയ മോളുണ്ടായി വന്ന് തിരികെ പോകുന്ന ഒരു സമയമാണ് കേട്ടോ. ഏട്ടന് ഭയങ്കര ടെൻഷനാണ്. അപ്പം ഏട്ടൻ ഏകദേശം ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഇതാ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഏട്ടൻ ഉള്ളിൽ കയറി. അപ്പം ഓരോ ചെക്കിങ് കഴിഞ്ഞ് ഉള്ളിലേക്ക് പോയാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് തരാം കേട്ടോ. അപ്പോൾ തിരിച്ച് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.